ഓക്കെ, സോ ഇതാണ് നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട മരത്തടി കൊണ്ടുണ്ടാക്കിയ മോട്ടറോള എഡ്ജ് 50 അൾട്രയുടെ റിവ്യൂ വീഡിയോ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫോണിന്റെ ബാക്ക് ആക്ച്വൽ തടി കൊണ്ടുണ്ടാക്കിയതാണെന്ന്. മോട്ടറോള ചിലപ്പോൾ പറയും റിയൽ വുഡ് ആണ്, ചിലപ്പോൾ പറയും റിയൽ വുഡ് പോലെ തോന്നുന്ന ഒരു ഫിനിഷ് ആണെന്നൊക്കെയാണ് മോട്ടറോള ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നുണ്ട്. എനിവേ ഒരു വെറൈറ്റി ലുക്കാണ് ഫോർ ഷുവർ. മോട്ടറോള ഈ ഒരു ഫോൺ 59,999 രൂപയ്ക്കാണ് ഇറക്കിയത്. ഓക്കെ, പ്രൈസ് കേട്ട് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഞെട്ടിയിരുന്നു. സോ ശരിക്കും ഓവർ പ്രൈസ്ഡ് ആണോ, ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, എന്തൊക്കെ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തു, എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോൺ, ഡോക്യുമെന്റ്സ്, പ്ലാസ്റ്റിക് കേസ്, 125 വാട്ടിന്റെ ടർബോ ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സോ ഈ ഫോൺ രണ്ട് ഫിനിഷിലാണ് വരുന്നത്. ഒന്ന് ഈ കാണുന്ന വുഡൻ ഫിനിഷ്, മറ്റേതാണ് ഈ കാണുന്ന പീച്ച് ഫസ് ആൻഡ് ഡാർക്ക് ഗ്രേ കളറിൽ വരുന്ന വീഗൻ ലെതർ ഫിനിഷ്. ഓക്കെ, ഫോണിന്റെ പ്രീമിയം ഫീൽ കൂട്ടാൻ വേണ്ടിയും പിന്നെ ഈ ഫോണിനെ കുറച്ചുകൂടി ഡ്യൂറബിൾ ആക്കാൻ വേണ്ടിയും മോട്ടറോള ഈ ഫോണിന് IP68 റേറ്റിംഗും പിന്നെ മെറ്റലിന്റെ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും മറ്റ് ബ്രാൻഡുകളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെ അപേക്ഷിച്ച് ഈ ഫോൺ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റും സ്ലിം ആയിട്ടാണ് തോന്നുന്നത്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നല്ല നൈസ് ഫീലാണ് കിട്ടുന്നത്. എന്നാൽ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും പിന്നെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ മിനിമൈസ് ചെയ്യുമ്പോഴും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അതും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കിട്ടിയേനെ. പിന്നെ ഈ കാണുന്ന USB പോർട്ട് ഉണ്ടല്ലോ, അത് USB 3.1 Gen 2 ടൈപ്പ് സി പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്പ്ലേ ഒരു എക്സ്റ്റേണൽ മോണിറ്ററിലേക്ക് ഇങ്ങനെ മിറർ ചെയ്യാൻ പറ്റും. പ്ലസ് ഈ ഫോണിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്കും ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജിൽ നിന്ന് ഈ ഫോണിലേക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സും ഡേറ്റ മൂവിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പാൻറ്റോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സ്കിൻ ടോൺ ഒക്കെ പക്കയായിരിക്കും എന്നാണ് മോട്ടറോള പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മൾ മോട്ടോ എഡ്ജ് 50 പ്രോയിൽ കണ്ട ഇഷ്യൂ ഞാൻ ഇവിടെയും ഫേസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേയിൽ ഔട്ട് ഓഫ് ദ ബോക്സ് കളേഴ്സ് കുറച്ചധികം ഇങ്ങനെ കൂടി കിടക്കുവാണ്, ഇങ്ങനെ കളേഴ്സ് കത്തി നിൽക്കും. ഓക്കെ, സോ എൻ്റെ സജഷൻ ആയിരിക്കും ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയിട്ട് കളർ പ്രൊഫൈൽ നാച്ചുറൽ ആക്കിക്കോ. ആപ്പ് ഓപ്പണിംഗ് ആൻഡ് ആപ്പ് ക്ലോസിംഗ് ആനിമേഷൻസ് ഉണ്ടല്ലോ, അത് എഡ്ജ് 50 പ്രോയിൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അതായത് ഭയങ്കര സ്മൂത്തും നല്ലൊരു ആനിമേഷൻ ആയിരുന്നു. ഈ ഫോണിലും ആനിമേഷൻസ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ആനിമേഷൻസ് മോട്ടറോള പൊടിക്ക് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ ഒന്നും വരുന്നില്ല, കർവ് ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു ആക്ച്വലി. എന്നാൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നുണ്ട്. എനിവേ എന്ത് തരം പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, എന്റെ സജഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഗാർഡ് വാങ്ങിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മില്യൺ എത്തിക്കണം. സ്മാർട്ട് വാട്ടർ ടച്ച് എന്നൊരു ഫീച്ചർ ഉള്ളതുകൊണ്ട് ഡിസ്പ്ലേയിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് ഈസിലി ടൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും, വലിയ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഫ്ലിക്കറിംഗ് കുറയ്ക്കാൻ വേണ്ടി PWM ഡിമ്മിംഗ് സംവിധാനമുണ്ട്, ഐ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ 1600 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് നല്ല ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മോട്ടറോള പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബിൽ അത് കാണിക്കുന്നുണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ആ ഒരു സപ്പോർട്ട് വരുന്നില്ല. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ കൊടുത്തിരിക്കുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുടെ പെർഫോമൻസ് ഇസ് വെരി വെരി നൈസ്. അതായത് നല്ല റിച്ച് സൗണ്ട് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ സ്പേഷ്യൽ ഓഡിയോ ആൻഡ് ഹൈറസ് ഓഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോൺ വരുന്ന പ്രൈസിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ് ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആണ്. ഇത് മോട്ടറോളയുടെ അൾട്രാ ഫോൺ, അതായത് അവരുടെ ഏറ്റവും പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ഞാൻ ആക്ച്വലി സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രൈസിലുള്ള OnePlus 12ലും 8 Gen 3 വരുന്നുണ്ട്. ഈ ചിപ്സെറ്റ് നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഓക്കെ, 15 lakh AnTuTu സ്കോർ ആണ് കിട്ടുന്നത്. അതേ സമയത്ത് 8 Gen 3ൽ ഇതേ സ്കോർ 20 ലക്ഷം വരെ പോകുന്നുണ്ട്. ബാക്കി LPDDR5X റാം ആണെങ്കിലും UFS 4.0 സ്റ്റോറേജ് ആണെങ്കിലും അതൊക്കെ എല്ലാം പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. അതിനോടൊപ്പം തന്നെ 12 GB 512 GB ഏക റാം സ്റ്റോറേജ് വേരിയന്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ് മോഡൽ 8 GB 256 GB ആയിരുന്നെങ്കിൽ മോട്ടറോളയ്ക്ക് ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഫോണിൽ ഈ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അതേ സമയത്ത് ഈ ഫോണിലുള്ള ചിപ്സെറ്റ് നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണോ? യെസ്. ഇതാ കണ്ടില്ലേ, ആപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോഴും ഒരു ആപ്പിൽ നിന്ന് മറ്റേ ആപ്പിലേക്ക് ചാടുമ്പോഴൊക്കെ നല്ല സ്പീഡാണ് കിട്ടുന്നത്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഈ ഫോൺ നോർമലി യൂസ് ചെയ്തപ്പോൾ ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. യെസ്, പുറത്ത് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ പോയപ്പോൾ ഈ പോർഷൻ ഇവിടെ ചെറിയ ഹീറ്റിംഗ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ കുറേ നേരം ഇരുന്ന് ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു ഹീറ്റ് നിങ്ങൾ ഫേസ് ചെയ്യും, ഒരു ഇളം ചൂട്. അങ്ങനെ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല, പക്ഷേ ആ ഒരു ചെറിയൊരു ഹീറ്റ് നിങ്ങൾ എന്തായാലും ഫേസ് ചെയ്യും. എന്നാൽ വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ചൂട് പെട്ടെന്ന് തണുക്കുന്നുണ്ട്. BGML 60 FPS വരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 8S Gen 3 ചിപ്സെറ്റുമായി വരുന്ന മറ്റ് ഫോണുകളിൽ എക്സ്ട്രീം പ്ലസ്, അതായത് 60+ FPS ഫീച്ചർ വരുന്നുണ്ട്. ഇവിടെ അതൊന്നും കൊടുത്തിട്ടില്ല. നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണെങ്കിലും ഗെയിമിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എനിക്ക് തോന്നുന്നില്ല മോട്ടറോള ഈ ഫോണിന് ഓപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഉണ്ട് കേട്ടോ, അവിടെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ പ്രൈസിൽ, അതായത് 55,000 rupees 60,000 rupees ഇതിനേക്കാളും മച്ച് ബെറ്റർ ഗെയിമിംഗ് ഓപ്ഷൻസ് കിട്ടും. സോ ഗെയിമിങ്ങിന് വേണ്ടി ഈ ഫോൺ നോക്കണ്ട. എന്നാൽ ഈ ഫോണിൽ നിങ്ങൾക്ക് ഈസിലി നല്ല രീതിയിലുള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ലേറ്റസ്റ്റ് Android 14ന്റെ കൂടെ മോട്ടറോളയുടെ പുത്തൻ ഹെല്ലോ UI ആണ് വരുന്നത്. മോട്ടറോളയുടെ പഴയ
മൈ UX UI ഓർമ്മയുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെല്ലോ UI നല്ലൊരു അപ്ഗ്രേഡ് ആണ്. ലുക്ക് ആണെങ്കിലും ഫോണ്ട് ആണെങ്കിലും ഐക്കൺസ് ആണെങ്കിലും ആനിമേഷൻസ് ഫീച്ചേഴ്സ് എല്ലാത്തിലും മോട്ടറോള അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. 3 വർഷത്തെ OS അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് മോട്ടറോള തന്നിരിക്കുന്നത്. മോട്ടറോളയുടെ ഈ അപ്ഡേറ്റ് പോളിസി അല്ലെങ്കിൽ അപ്ഡേറ്റിന്റെ കമ്മിറ്റ്മെന്റും അത് ഫുൾഫിൽമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ശോകമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ മോട്ടറോള പറയുന്നതനുസരിച്ച് ഈ ഹെല്ലോ UI വന്നതോടെ ഇനി അങ്ങോട്ട് മോട്ടറോള കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ്സ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആഡ്സും ബ്ലോട്ട്വേഴ്സ് ഒന്നുമില്ല. ഗൂഗിൾ ഡയലർ ആയതുകൊണ്ട് അനൗൺസ്മെന്റ് ഇല്ലാത്ത റെക്കോർഡിംഗ് ഒന്നും പറ്റൂല. ചെറിയൊരു ടോണെങ്കിലും നിങ്ങൾ സഹിക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഷേക്ക് ചെയ്യുമ്പോൾ ഫ്ലാഷ് കത്തുന്ന പരിപാടി, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ വരുന്നത്, മോട്ടോ സെക്യൂറിന്റെ ഓപ്ഷൻ, ഫാമിലി സ്പേസ്, സെക്യൂർ ഫോൾഡർ. മോട്ടോ എയുടെ ഭാഗമായിട്ട് മാജിക് ക്യാൻവാസ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് അത് യുണീക്ക് AI ജനറേറ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും. ഈ സ്റ്റൈൽ സിങ്ങിന്റെ ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയിലുള്ള ഡ്രസ്സിന്റെ ഡിസൈനും കളറൊക്കെ വെച്ചിട്ട് ഒരു വാൾപേപ്പർ ഒക്കെ ഉണ്ടാക്കി തരും. ഈ ഫോണിലുള്ള മോട്ടോ സ്മാർട്ട് കണക്ട് ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചെറിയൊരു വിൻഡോ ആയിട്ട് നിങ്ങളുടെ PC-യിൽ ഓപ്പൺ ആയി വരും. ഓരോ ആപ്സ് ഇതായി ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിൽ വേറെ ആയിട്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിരിക്കുന്ന കീബോർഡും മൗസ് വഴി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ കണ്ടില്ല ഡയറക്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഫോൺ ഹൈ ക്വാളിറ്റി വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാം. ഫയൽസും വീഡിയോസും ഫോട്ടോസും ഫോണിൽ നിന്നും PC-യിലേക്കും PC-യിൽ നിന്ന് ഫോണിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഫോണിൽ 50 മെഗാ പിക്സലിന്റെ OS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയാണ് തന്നിരിക്കുന്നത്. ലേസർ ഓട്ടോ ഫോക്കസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് / മാക്രോ ക്യാമറ, 64 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ക്യാമറ. ഇതിന്റെ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിൽ പാൻടോൺ വാലിഡേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കറക്റ്റ് സ്കിൻ ടോൺ കിട്ടുമെന്നാണ് മോട്ടറോള പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. ഈവൻ നമ്മുടെ ഫേസിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഫേസ് ഒക്കെ നല്ലോണം എക്സ്പോസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഫോട്ടോസ് ആണെന്ന് പറയാൻ പറ്റൂല, കാരണം കളേഴ്സ് ഒക്കെ ചെറുതായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഐ പ്ലീസിങ് ഫോട്ടോസ് ആണ് തരുന്നത്. നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1x 3x ആൻഡ് 6x സൂമിൽ എടുക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x 3x 6x റിസൾട്ട് നല്ലതാണ്. നല്ല സ്കിൻ ടോൺ ഒക്കെ വരുന്നുണ്ട്. പോർട്രേറ്റ് ക്യാമറ ഉണ്ടല്ലോ, അവിടെ 4 ഫോക്കൽ ലെങ്ത് സെറ്റിംഗ്സ് ഉണ്ട്. 24mm, 35mm, 50mm ആൻഡ് 85mm. സ്കിൻ ടോൺ ആണെങ്കിലും കട്ടൗട്ട് ആണെങ്കിലും എല്ലാം നൈസ് ആണ്. നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ഡീറ്റെയിൽസ് ഉള്ള അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ആ ഒരു മെയിൻ ക്യാമറയിലുള്ള കളേഴ്സ് ഉണ്ടല്ലോ, ആ കളേഴ്സ് നമുക്ക് അൾട്രാവൈഡിലും കിട്ടുന്നുണ്ട്. മാക്രോ ഫോട്ടോസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അൾട്രാവൈഡ് ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഷവോമി, വിവോ, ഐക്യു ഫോൺസിലുള്ള ആ ഒരു ടെലിഫോട്ടോ മാക്രോ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. വീഡിയോ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. സ്റ്റെബിലൈസേഷൻ ഉണ്ട് കേട്ടോ. ഈവൻ 4K 60 FPS-ലും സ്റ്റേബിൾ വീഡിയോസ് എടുത്തു തരുന്നുണ്ട്. ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് നല്ല ഷാർപ്പ് സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും നല്ല നൈസ് ആണ്. ഞാൻ പറഞ്ഞില്ല, നാച്ചുറൽ അല്ല, കളേഴ്സ് ചെറുതായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാണാൻ നല്ല രസമുള്ള സെൽഫി ഫോട്ടോസ് ആണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4K 30 FPS വീഡിയോ മോട്ടറോള H50 അൾട്രയുടെ സെൽഫി ക്യാമറ വെച്ചെടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ. സോ ഇവിടെ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും അത്യാവശ്യം നല്ല ഫോക്കസ് ഉണ്ടാകും. വീഡിയോയിൽ മാത്രമല്ല, ഈവൻ ഫോട്ടോസിലും ഈ ഒരു ഓട്ടോ ഫോക്കസ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. 4K തന്നെ കണ്ടില്ലേ, സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല സ്റ്റേബിളാണ്. നൈറ്റ് മോഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. മോട്ടറോള പറയുന്നതനുസരിച്ച് ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറയിൽ AI ബേസ്ഡ് നൈറ്റ് വിഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു പ്രോപ്പർ നൈറ്റ് മോഡ് ഉണ്ടല്ലോ, അത് വർക്ക് ആവുന്നില്ല. ഫോർ എക്സാമ്പിൾ റിയൽമിയുടെ GT6-ൽ പോർട്രേറ്റ് ക്യാമറയിൽ പ്രോപ്പർ നൈറ്റ് മോഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ ആ ലെവലിലുള്ള ഫോട്ടോസ് കിട്ടുന്നില്ല. സോ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി ബെറ്റർ നൈറ്റ് മോഡ് അല്ലെങ്കിൽ ലോ ലൈറ്റ് പെർഫോമൻസ് കൊണ്ടുവരണം. അത് മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും ഇംപ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. ഓക്കെ. ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആക്ഷൻ ഷോട്ടിന്റെ ഫീച്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല മൂവ്മെന്റ് ഉള്ള ഓബ്ജക്റ്റിന്റെ ഷാർപ്പ് ക്രിസ്പ് ഫോട്ടോസ് എടുത്ത് തരുന്നുണ്ട്. AI സൂപ്പർ സൂം ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് 100x സൂമിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. റിസൾട്ട് ഡീസെന്റ് ആണ്. ലോങ് എക്സ്പോഷർ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈറ്റ് ട്രെയിൽ ഫോട്ടോസും അതുപോലെ തന്നെ ഈ കാണുന്ന ലൈറ്റ് പെയിന്റിംഗ് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ ഗൂഗിളിന്റെ AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ മാജിക് ഇറേസർ ആണെങ്കിലും ബൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറ്റാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. 4500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി ബാക്കപ്പ് കൊടുക്കേണ്ടായിരുന്നു. കാരണം H50 ഫ്യൂഷനിൽ 5000 mAh ഉണ്ടായിരുന്നു. അവിടെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ മോശമൊന്നുമല്ല, പക്ഷെ ബാറ്ററി ബാക്കപ്പ് ഡീസെൻറ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റും. എന്നാൽ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വെറും 20-25 മിനിറ്റ് കൊണ്ട് ഈ ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വയർലെസ് ചാർജിങ്, അതായത് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈവൻ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 17 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കോൾ ക്വാളിറ്റി ആണെങ്കിലും നെറ്റ്വർക്ക് റിസപ്ഷൻ ആണെങ്കിലും 5G സ്പീഡ് ആണെങ്കിലും അവിടെ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. എല്ലാം പക്കയായിരുന്നു. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ പൊസിഷൻ ഒക്കെ നൈസാണ്. മേളിലാണ് തന്നിരിക്കുന്നത്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതിനോടൊപ്പം തന്നെ പെർഫോമൻസ് നല്ല
നല്ലതാണ്. സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. വൈഫൈ 7 ആൻഡ് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് 5.4ന്റെ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും മോട്ടോറോളയുടെ സർവീസിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്, അതായത് സർവീസ് സെന്റേഴ്സ് ഉണ്ടോ. ഓപ്പോ, വിവോ, സാംസങ് ഈ പറഞ്ഞ ബ്രാൻഡുകൾ പോലുള്ള വലിയൊരു സർവീസ് സെന്റർ നെറ്റ്വർക്ക് ഒന്നും മോട്ടോറോള എന്ന ബ്രാൻഡിന് ഇല്ല. ഓക്കെ, അവരുണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി അടുത്തുള്ള ഇവിടെ കൊച്ചിയിലുള്ള സർവീസ് സെന്റർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞ ഫോണിന്റെ പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ വീട്ടിനടുത്ത് മോട്ടോറോളയുടെ സർവീസ് സെന്റർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, എഡ്ജ് സീരീസ് ഫോൺസ് ഉണ്ടല്ലോ, അതായത് മോട്ടോ H50 ഫ്യൂഷൻ, H50 Pro, H50 Ultra, ഇതിനൊക്കെ മോട്ടോറോള ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോണിന്റെ ലോഞ്ച് പ്രൈസ് ആയിരുന്നു 59,999 രൂപ. എന്നാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ആണ് 54,999 രൂപ. ഓഫർ സമയത്തും ഈസിലി ഓഫർ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 50,000 അല്ലെങ്കിൽ ഈവൻ 45,000 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ പ്രൈസിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ഒരു ഫീച്ചർ പാക്ഡ് വാല്യൂ ഫോർ മണി ഫോണായി മാറും. ബാക്കി നിങ്ങൾ മോട്ടോറോള ഫോൺസ് ഉപയോഗിച്ച ഒരാളാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.